അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് binomial population with density function f of x equal to nc x p raised to x q raised to n minus x x equal to 0 and etc and MLE for p is x by n. p ന്റെ MLE എന്ന് പറയുന്നത് x by n ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എൻ സി എക്സ് പി റേസ്റ്റ് എക്സ് ക്യൂ റേസ്റ്റ് എൻ മൈനസ് എക്സ് നമ്മൾ എഴുതി. സിൻസ് ഇഫ് എഫ് ഓഫ് എക്സ് പി ഈസ് ദ പ്രോബിലിറ്റി ഔട്ട് ഓഫ് എൻ ട്രയൽസ് ഇറ്റ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ഇത് എന്താ പറയുക, നമ്മളിതിന് ഇനി സെപ്പറേറ്റ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇത് ഇറ്റ് സെൽഫ് ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ്. കാരണം നമ്മൾ എൻ ട്രയൽസ് നോക്കിയിട്ടാണ്, എത്ര ട്രയൽ നമ്മൾ ചെയ്യുന്നു നോക്കിയിട്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ട്രയൽ കൂടിയതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ PDF എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇനി സെപ്പറേറ്റ് ആയിട്ടൊരു ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. L is equal to NC x p raised to x q raised to n minus x. ഇനി log L log of NC x p raised to x q raised to n minus x എഴുതി. ഇത്ര എഴുതാം കേട്ടോ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇതിൽ എന്താണ് ഒരു സ്റ്റെപ്പ് നമ്മൾ കുറച്ചു. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണേണ്ട ആവശ്യമില്ല. ലോഗ് L നമ്മൾ ലോഗ് കൊടുത്തു, ലോഗ് a ഇൻറ്റു ബി ഇൻറ്റു സി. അപ്പോൾ ലോഗ് a പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി കൊടുത്തു. ലോഗ് എൻ സി എക്സ്, ഇനി ലോഗ് പി റേസ് ടു എക്സ് പറഞ്ഞാൽ എക്സ് ലോഗ് പി, ലോഗ് 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സ് പറഞ്ഞാൽ എൻ മൈനസ് എക്സ് ഇൻറ്റു ലോഗ് 1 മൈനസ് പി, ലോഗ് എ റൈസ് ടു എക്സ് എക്സ് ലോഗ് എ. അത് നോക്കി വയ്ക്കുക കേട്ടോ. ഇനി നമ്മളിത് ലോഗല് കിട്ടിയ ഡോ ലോഗൽ ബൈ ഡോ പി കാണുകയാണ്. അതായത് നമുക്ക് കിട്ടിയാൽ ഏതുകൊണ്ടാണോ ഇതല്ലേ പാരാമീറ്റർ, പിന്റെ പാരാമീറ്റർ അല്ലേ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഡോ ലോഗൽ ബൈ ഡോ പി കാണുകയാണ്. അപ്പോൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ പി ഇല്ല, 0 ആണ്. ഇതിൽ പി പറഞ്ഞാൽ എക്സ് ഇൻറ്റു ലോഗ് പി പറഞ്ഞാൽ 1 ബൈ പി. ഇവിടെ എന്താണ് എൻ മൈനസ് എക്സ്, ലോഗ് 1 ബൈ പി പറഞ്ഞാൽ ലോഗ് 1 മൈനസ് പിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 1 ബൈ 1 മൈനസ് പി. ഇനി മൈനസ് പിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു -1. ഓക്കെ, പിയുടെ പോസ് ഇത്ര എഴുതാം. ഇനി നമ്മൾ അതിന് ഈക്വൽ ടു 0 ആയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ ഇക്വേറ്റ് ചെയ്യാണ് അല്ലേ. ഡോ ലോഗൽ ബൈ ഡോ പി ഈക്വൽ ടു 0 കാണണം. അപ്പം നമ്മളത് ചെയ്യാം കേട്ടോ. അപ്പം അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാലോ. ഈക്വൽ ടു 0 ചെയ്യുക, വീഡിയോ പോസ് ചെയ്ത് ഇത്ര എഴുതാം. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് എൻ പി ഇസ് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ എക്സ് കാണില്ല, എക്സ് ഇസ് ഈക്വൽ ടു എൻ പി. നമ്മൾ ഈ എൻ പിനെ മൈനസ് എൻ പിനെ അങ്ങോട്ട് വിടുമ്പോൾ എൻ പി കിട്ടും. പി കാണാൻ എക്സ് ബൈ എൻ, പി ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൻ കിട്ടും. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എൻ കിട്ടിയാണ്. ഇനി MLE ആണ് തെളിയിക്കണമെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ചെയ്യണം അല്ലേ. ആ ഡോ ലോഗൽ ബൈ ഡോ പി നമ്മൾ ഒന്നും കൂടെ ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനൊന്നും കൂടെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക, കണ്ടോ, ഈ ഒരു ടേം ആണ് കിട്ടുക. അപ്പോൾ മൈനസ് ഓഫ്, കണ്ടോ, ഈ ഒരു ടേം എന്താണ്, മൈനസ് ആണ്, വിച്ച് ഈസ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എക്സ് ബൈ എൻ ഈസ് ദ MLE ഓഫ് പി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് നമ്മൾ നേരത്തെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടിരുന്നു. അപ്പം ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു, സിഗ്മ സ്ക്വയർ അൺനോൺ ആയിരുന്നു. ഇവിടെ നോൺ ആവുന്ന കേസിലുള്ളത് കേട്ടോ. ഫൈൻഡ് ദ MLE ഫോർ റാൻഡം സാമ്പിളിംഗ് ഫ്രം എ നോർമൽ പോപ്പുലേഷൻ മ്യൂ സ്ക്വയർ ഫോർ, സോറി നമ്മൾ MLE അല്ല കണ്ടത്, നമ്മൾ മൊമെൻറ്റിൻ്റെ കണ്ടിരുന്നു കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ പോപ്പുലേഷൻ മീൻ മ്യൂ വെൻ ദ പോപ്പുലേഷൻ വേരിയൻ സിഗ്മ സ്ക്വയർ ഈസ് നോൺ. ഓക്കെ, സോറി കേട്ടോ, അത് നേരത്തെ മൊമെൻറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞാണ് ഇവിടെ ഇനി ചിന്തിക്കേണ്ട. നമുക്ക് എന്താണ് MLE ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അത്ര ചിന്തിച്ചാൽ മതി. ദ പോപ്പുലേഷൻ വേരിയൻ സിഗ്മ സ്ക്വയർ വെൻ ദ പോപ്പുലേഷൻ മീൻ മ്യൂ ഈസ് നോൺ. അപ്പം എത്രയാണ് ക്വസ്റ്റ്യൻ, വീഡിയോ പോസ് ചെയ്ത് ഇത്രയും എഴുതാം കേട്ടോ. 3 ക്വസ്റ്റ്യൻ ചെയ്യാണ്ട്. ഫസ്റ്റത്തെ എന്താണ്, മീൻ മ്യൂൻ്റെത് MLE കാണാനാണ്. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് മ്യൂ സ്ക്വയർ എഴുതി. ഇവിടെ അറിയാലോ എക്സ് മ്യൂ സ്ക്വയർ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ L കാണാണ്. ലൈക്കിലൊരു ഫംഗ്ഷൻ പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഐ സി ഈക്വൽ ടു 1 to എഫ് ഓഫ് എക്സ് ഐ കോമ മ്യൂ കോമ സിഗ്മ സ്ക്വയർ, എത്ര പാരാമീറ്റേഴ്സിൻ്റെ അത് എഴുതാം. ഇനി നമ്മൾ ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ലൈക്ലിഹുഡ് കാണാൻ നമ്മൾ കുറേ എഴുതിയിട്ടുണ്ട് നോർമലിൻ്റെ. അപ്പോൾ അതേപോലെ എഴുതി. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് ലോഗല് കൊടുത്തു. അപ്പോൾ ലോഗ് എന്താണ് 1 ബൈ സിഗ്മ റൂട്ട് 2 പൈ റേസ് ടു എൻ പ്ലസ് ലോഗ് ഓഫ് ഇത് കൊടുത്തു, 2 ടേം അല്ലേ. വീഡിയോ പോസ് ഇത്രയും എഴുതാം. ഇനി ലോഗ് അതിനെന്ത് ചെയ്തു, ഇവിടെ ലോഗ്, ഈ ലോഗിന് ഇതേപോലെ ഇവിടെ എഴുതി. ലോഗ് ഇ റൈസ് ടു ഈ ടേം, അപ്പോൾ എന്താണ് ലോഗ് എ റൈസ് ടു എക്സ്, സോറി കേട്ടോ, ലോഗ് ഈ ലോഗും ഈയും അടുത്ത് വരുന്ന വെട്ടിപ്പോവാം. ലോഗും ഈയും അടുത്തുനിന്ന് വന്ന് വെട്ടിപ്പോവാം, അത് വെട്ടിക്കളഞ്ഞു. ബാക്കി ഇത് രണ്ടാളെയും വെട്ടിക്കളഞ്ഞാൽ ബാക്കി ആരെവിടെ ഉള്ളൂ, ഈ മൈനസ് ടേമിൽ അത് ഇവിടെ കൊടുത്തു. ഇനി
√2/σ² നമുക്ക് എങ്ങനെ എഴുതാം? ഓൾ റേസ് ടു 1/2 എഴുതാം. റൂട്ടിന് പകരം 1/2 റേസ് ടു n കൊടുത്തു. ഓക്കെ, പ്ലസ് ഈ ഒരു ടേം എഴുതി. ഇനി നോക്കട്ടോ, ഈ ഒരു താഴുള്ളതിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് എന്താകും? -1/2 ആവില്ലേ? ഇതിന് മുകളിലേക്ക് കൊണ്ടുപോയാൽ -1/2 റേസ് ടു n. ഈ ഇത്രയും എഴുതുക, വീഡിയോ പോസ് ഇത്രയും എഴുതുക. ഓക്കെ, ഇനി ലോഗ് ഓഫ് നോക്ക്, ഈ -1/2ന്റെ n ചെയ്യാല്ലേ, അപ്പം -n/2 കിട്ടും. ഇത്രയും ടേം ഇവിടെ മൈനസ് ഈ ഒരു ടേം, വീഡിയോ പോസ് ഇത്രയും വരെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെ ലോഗ് 2π റേസ് ടു -n/2 കൊടുക്കാം, σ² റേസ് ടു -n/2 കൊടുക്കാം. മനസ്സിലായില്ലേ? ഇത് അതേപോലെ എഴുതിട്ടോ. ഇനി ഇവിടെ നോക്ക്, ലോഗ് a ഇൻറ്റു ബി, ലോഗ് a പ്ലസ് ലോഗ് ബി അല്ലേ? അപ്പൊ നോക്ക്, ലോഗ് a എന്താ? ലോഗ് 2π റേസ് ടു -n/2, ലോഗ് a റൈസ് ടു എക്സ് ലോഗ് a എഴുതി, മൈനസ് ഇവിടെ എന്താണ്? ലോഗ് σ² -n/2, ലോഗ് a റൈസ് ടു എക്സ് -n/2 ഇൻറ്റു ലോഗ് σ². ഈ ടേം അതേപോലെ എഴുതി. ഓക്കെ, വീഡിയോ പോസ് ഇത്ര എഴുതാം. ഇനി അത്രയും എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിനെ കാണാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മ്യൂവിൻ്റെ കാണാനാണ്. അപ്പോൾ ഡോ ലോഗൽ ബൈ ഡോ മ്യൂ, ഡോ ലോഗൽ ബൈ ഡോ മ്യൂ, മ്യൂവിൻ്റെ ആണ് കണ്ടത്, അപ്പം മ്യൂ കൊടുത്തു. അപ്പം തന്നിട്ടുള്ള ലോഗലിനെ മ്യൂ കൊണ്ട് ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ആൻസർ nx ബാർ ഈക്വൽ ടു n മ്യൂ കിട്ടും. nx ബാർ ഡെറിവേറ്റീവ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം, അതുകൊണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. nx ബാർ ഈക്വൽ ടു n മ്യൂ, എക്സ് ബാർ ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കാം? എക്സ് ബാർ ഇവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ എന്നിനെ അങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? ഈ എന്നിനെ അങ്ങോട്ട് കൊണ്ടുപോയത് കിട്ടും. എക്സ് ബാറും എന്നും ക്യാൻസൽ ചെയ്യും, എന്നും ക്യാൻസൽ ചെയ്യും. ബാക്കി എക്സ് ബാർ ഈക്വൽ ടു മ്യൂ, മ്യൂ ഈക്വൽ ടു എക്സ് ബാർ കിട്ടി. അപ്പം മ്യൂവിന് പകരം നമ്മൾ കണ്ടുപിടിക്കുന്ന ആരാണ്? എക്സ് ബാർ കിട്ടി. വീഡിയോ പോസ് ഇത്രയും വരെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഡെറിവേറ്റ് ചെയ്ത് നെഗറ്റീവ് ആണോ നോക്കണം അല്ലേ? അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഡോ ലോഗൽ ബൈ ഡോ മ്യൂവിനെ നമ്മൾ ഒന്നും കൂടെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -n/σ² കിട്ടും. അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡോ ലോഗൽ ബൈ ഡോ മ്യൂവിന് ഒന്നും കൂടെ ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ആദ്യം ഡോ ലോഗൽ ബൈ ഡോ മ്യൂ ചെയ്തു, അതിനെ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്തു. 0 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്തു, അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ഇനി നമ്മൾ ഈ ഡോ ലോഗൽ ബൈ ഡോ മ്യൂവിന് ഒന്നും കൂടെ ഡെറിവേറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണ് കിട്ടുന്നെങ്കിൽ എന്ത് പറയാം? നമുക്ക് ഈ മുകളിൽ കിട്ടിയിട്ടുള്ള ആൻസർ അതിനെ MLE ആണെന്ന് പറയാം. അപ്പം MLE ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ എന്താണ്? σ² ആണ് കാണുന്നത്. അപ്പം σ² കാണാൻ വേണ്ടിയിട്ട് ലോഗൽ ഇവിടെ കൊടുത്തു. ഓക്കെ, ലോഗൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഗൽ നമുക്കിവിടെ കിട്ടിയില്ലേ? ലോഗൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത് തന്നെയാണ്. ഇനി എന്താ വേണ്ടത്? അതിനെ σ² വെച്ചിട്ടാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് σ²ന്റെ MLE കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ σ² കൊടുത്തു. അപ്പം ഇനി ഇതിന് σ² വെച്ച് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ σ² ഉണ്ടോ? ഇല്ല, അവിടെ ഉണ്ടല്ലേ. അപ്പം എന്ത് കിട്ടും? n log 2/σ² കിട്ടും. പിന്നെ ഇവിടെ ഉണ്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടേം കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? ഇതൊക്കെ കോൺസ്റ്റന്റുകളാണ്. ഇതൊക്കെ കോൺസ്റ്റന്റ് ഇവിടെ നോട്ടെ. 1/2 σ² ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1/2 σ⁴. ഇവിടെ ആ ഒരു മൈനസും കൂടെ വരുന്നതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വരുന്നത്. അപ്പം ഇത്രയും എഴുതുക കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് ഇത്രയും വരെ എഴുതാം. ഓക്കെ, അപ്പം അത്രയും വരെ എഴുതി. ഇനി എന്ത് ചെയ്യാം? നമ്മൾ കിട്ടിയ സാധനത്തിന് 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പം 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? σ² എന്ന് പറയുന്നത് ഈ ഒരു ടേം കിട്ടും. σ² എന്ന് പറയുന്നത് ഈ ഒരു ടേം കിട്ടും. ഇത്രയും എഴുതൂ. ഓക്കെ, അപ്പം σ² പറഞ്ഞാൽ ഇതാണെന്ന് കിട്ടിയില്ലേ? നമുക്ക് എന്ത് കാണണം? ഡോ ലോഗൽ ബൈ ഡോ σ². അത് നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ σ² എന്താണ്? നെഗറ്റീവ് ആണ്. അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഇതിന് ഡെറിവേറ്റ് ചെയ്ത് എന്തായാലും ഈ നെഗറ്റീവേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊരു MLE ആണെന്ന് പറയാം. ഓക്കെ, അത് MLE ആണ്. 1/n ഇൻറ്റു സമ്മേഷൻ i ഈക്വൽ ടു xi മൈനസ് മ്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതൊരു MLE ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിന് ഡെറിവേറ്റ് ചെയ്ത് എന്താ കിട്ടുള്ളൂ? അത് നെഗറ്റീവ് ആണ് കിട്ടുക. ഓക്കെ, ഇതിനല്ല കേട്ടോ, സോറി, ഇതിന് ഈ ഒരു ടേം അല്ലേ നമുക്ക് ഡോ ലോഗൽ ബൈ ഡോ σ² കിട്ടിയത്. ആ ഡോ ലോഗൽ ബൈ ഡോ σ² ഒന്നും കൂടെ ഡെറിവേറ്റ് ചെയ്ത് എന്തായാലും നെഗറ്റീവേ കിട്ടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ അങ്ങനെ പഠിച്ചാൽ ഞാൻ ഡെറിവേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ σ² ഈസ് നെഗറ്റീവ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എസ്റ്റിമേഷൻ ഓഫ് മ്യൂ ആൻഡ് σ² സൈമൾട്ടേനിയസ്ലി ഒരേ സമയം ചെയ്യാൻ പറഞ്ഞത്. ഡോ ലോഗൽ ബൈ ഡോ മ്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്.
ഇപ്പം എന്താണ് അതേപോലെ ഡോ സ്ക്വയർ ലോഗ് എൽ ബൈ ഡോ സിഗ്മ സ്ക്വയർ പറഞ്ഞാലും 0 ആണ്. അപ്പോൾ ഇതെന്താണ് മ്യൂ ഈക്വൽ ടു എക്സ് ബാർ കിട്ടും. ഇവിടെ എന്താ കിട്ടുക സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് മ്യൂ അല്ലേ. സിഗ്മ സ്ക്വയർ പറഞ്ഞാൽ 1/n ഇൻറ്റു എക്സ് ഐ മൈനസ് മ്യൂ. ഓക്കെ, ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മ്യൂവിന് പകരം നമ്മൾ എന്ത് കൊടുത്തു എക്സ് ബാർ കൊടുത്തു. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കിട്ടി. അപ്പം ഇത്രയും എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഇതേ ഞാൻ പറഞ്ഞ അതേ ഒരു മെത്തേഡ് ഇത്രയും എഴുതിയെടുക്കുക. വീഡിയോ പോസ് ചെയ്യുക. എന്താ ആദ്യം വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതുക. ഓക്കെ, പിന്നെ ഇത്ര എഴുതുക. വീഡിയോ പോസ് ചെയ്യുക, എത്ര വരെ എഴുതുക. വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, ഇത്ര വരെ എഴുതുക. വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതുക. ഓക്കെ, അപ്പം അതുവരെ എഴുതുക കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. നമ്മൾ ഈ പറഞ്ഞ അതേ മെത്തേഡാണ്, അത് വെച്ചിട്ടൊന്ന് നോക്ക്. ഓക്കെ, ഇനി അതേപോലത്തെ ഒരു MLEൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതുക. ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഇത്ര വരെ എഴുതുക. വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതുക. ഇത്ര വരെ എഴുതുക. ഇത്ര വരെ എഴുതുക. ഇത്ര വരെ എഴുതുക. ഇത്ര വരെ എഴുതുക. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസറായി. ഇനി ബീൻ്റെ ആൻസർ. വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതുക. ഇനി വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതുക. ഇതുവരെ എഴുതുക. ഇതുവരെ എഴുതുക. ഇതുവരെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ജസ്റ്റ് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾ എന്ത് ചെയ്ത് എഴുതുമ്പോൾ ഓരോന്നും എങ്ങനെയാണ് വന്നെന്ന് എക്സ്പ്ലെയിൻ. ഏതെങ്കിലും സമയത്ത് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, ഇത് പഠിക്കലും ആയി, എക്സാം സമയമായില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കലായി, സുഖമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഒബ്റ്റെയിൻ ദ MLE ഫോർ ദ പാരാമീറ്റേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ ഓഫ് ദ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ f of x ഈക്വൽ ടു 1/β മൈനസ് ആൽഫ. ആൽഫ ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു ബീറ്റ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയാണ് കാണേണ്ടത്. MLE ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും കാണണം. അപ്പോൾ f of x ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 1/β ആൽഫ. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ലൈക്കിലൂടെ കാണാം അല്ലേ. ഇത്രയും എഴുതി. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, അത്രയും എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഇക്വേഷൻ ഓരോന്നും എഴുതിയിട്ടോ. കണ്ടോ, ഇപ്പോൾ ലൈക്ലിഹുഡ് ആയാലും എന്ത് ചെയ്യാം, ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ലൈക്ലിഹുഡ് f of x1, ആൽഫ, ബീറ്റ, x2, ആൽഫ, ബീറ്റ, ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നമ്മൾ മുന്നത്തെ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഓരോന്നും എഴുതി. ഇനി എന്താണ് 1/β മൈനസ് ആൽഫ ഓൾ റൈസ് ടു n ടൈംസ് ഇല്ല. അപ്പോൾ റൈസ് ടു n എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 1 റൈസ് ടു n എന്താ 1 തന്നെ, ബീറ്റ മൈനസ് ആൽഫ റൈസ് ടു n. ഇത്ര എഴുതാം കേട്ടോ. ഇനി L ഈസ് മാക്സിമം വെൻ ബീറ്റ മൈനസ് ആൽഫ റൈസ് ടു n ഈസ് മാക്സിമം അല്ലേ. ഈ L എന്ന് പറയുന്നത് ഇത് പറഞ്ഞാൽ L ആണ്. L എപ്പോഴാണ് മാക്സിമം ആവുക, ഇതെപ്പോഴാണ് ഈ ഒരു ടേം എപ്പോഴാണ് മാക്സിമം ആവുക, L മാക്സിമം ആവുന്ന എപ്പോഴാണ്, ഇതിന് എപ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക, താഴെയുള്ളത് ഏറ്റവും ചെറുതാവുക അല്ലേ. ഡിവൈഡഡ് ഈ ഒരു സാധനം ചെറുതാവുമ്പോൾ ഇപ്പോൾ നോക്ക് 4/2 ആണോ വലുത് 4/1 ആണോ വലുത്, 4/1 ആണ്. താഴെ ചെറിയ നമ്പർ വരുമ്പോഴാണ് വലിയ നമ്പർ കിട്ടുക. അപ്പം ഇത് ചെറുതാവണം അല്ലേ. ഇനി ബീറ്റ മൈനസ് ആൽഫ റൈസ് ടു n ഈസ് മിനി, നമ്മൾ പറഞ്ഞു ഇത് മിനിമം ആവണം. ഇത് മിനിമം ആവണമെങ്കിൽ എന്തായിരിക്കണം, ബീറ്റ മൈനസ് ആൽഫ മിനിമം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നോക്ക് 1/2 എക്സ് റൈസ് ടു 2 ആണ് അല്ലേ. 1/x റൈസ് ടു 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഈ ഫുള്ള് ടേം മിനിമം ആവണമെങ്കിൽ ഇതെന്താവണം, മിനിമം ആവണം, താഴെ മിനിമം ആവണം. എക്സ് സ്ക്വയർ മിനിമം, ഏറ്റവും ചെറിയ നമ്പർ വരണമെങ്കിൽ എക്സ് എന്താവണം, മിനിമം നമ്പർ ആവണം വേണ്ടേ. അപ്പോൾ നോക്ക് 2 സ്ക്വയറാ വലുത് 4 സ്ക്വയറാ വലുത്, 4 സ്ക്വയർ ആണ്. ഏതാ ചെറുത് 2 സ്ക്വയർ. അപ്പോൾ ഈ എക്സിന് ചെറിയ നമ്പർ കൊടുക്കുമ്പോഴല്ലേ അതിൻ്റെ സ്ക്വയറും ചെറുതാവുള്ളൂ. അപ്പോൾ ഇത് മിനിമം ആവുന്നത് ബീറ്റ മൈനസ് ആൽഫ മിനിമം ആയിരിക്കുമ്പോൾ. ഇനി ബീറ്റ മൈനസ് ആൽഫ ഈസ് മിനിമം വെൻ ബീറ്റ ഈസ് മിനിമം ആൻഡ് ആൽഫ ഈസ് മാക്സിമം. ഇനി നോക്ക് ഇതെപ്പോഴാണ് മിനിമം ആവുക, ഇതെപ്പോഴാണ് മിനിമം ആവുക, ബീറ്റ മിനിമം ആയിരിക്കണം
ആൽഫ മാക്സിമം ആയിരിക്കണം അല്ലേ? നോക്ക്, ബീറ്റ മൈനസ് ആൽഫ. ബീറ്റ എന്താ? ബീറ്റ ഇപ്പോൾ ഒരു 2 കിട്ടിയത് വിചാരിച്ചോ. ആൽഫ കിട്ടിയത് ആൽഫ കിട്ടിയത് ഒരു മിനിറ്റ്, ആൽഫ കിട്ടിയത് 3 ആണ്. അപ്പോൾ നോക്ക്, ബീറ്റ മൈനസ് ആൽഫ എന്ത് കിട്ടും? -1. അപ്പോൾ ചെറിയ നമ്പർ അപ്പോഴല്ലേ വരും. ഓക്കെ, വി നോ ദാറ്റ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ആൽഫ എപ്പോഴും എന്തായിരിക്കണം? ബീറ്റിനേക്കാളും ചെറുതായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൽഫ മാക്സിമം വാല്യൂ എടുക്കാനും പറ്റില്ല. ഇവിടെ നോക്ക്, ആൽഫ, അതായത് ആൽഫേനേക്കാളും വലിയ നമ്പറാണ് ബീറ്റ. ഇവിടെ പറഞ്ഞ എന്താണ്? ആൽഫ മാക്സിമം ആണ്. അപ്പോൾ അത് എടുക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് ദ സാമ്പിൾ ഒബ്സർവേഷൻസ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ, ആൽഫ x1 ലെസ് ദാൻ x2 എക്സെട്ര xn, ബീറ്റ അല്ലേ? അപ്പോൾ നോക്ക്, നമ്മൾ സാമ്പിൾ വാല്യൂസ് ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും ഇടയിൽ എഴുതി. മിനിമം വാല്യൂ ഓഫ് ബീറ്റ, ബീറ്റേൻ്റെ മിനിമം വാല്യൂ ഏതാണ്? xn ആണ്. മാക്സിമം വാല്യൂ ഓഫ് ആൽഫ, ആൽഫേൻ്റെ മാക്സിമം വാല്യൂ ഏതാണ്? x1 ആണ്. ഓക്കെ, അപ്പോൾ x1 ഈസ് ദ MLE ഓഫ് ആൽഫ, xn ഈസ് ദ MLE ഓഫ് ബീറ്റ. നമ്മൾ ജസ്റ്റ് അത് എഴുതിട്ടോ, ഓരോന്നിൻ്റെ മാക്സിമം മിനിമം വാല്യൂ എടുത്തിട്ട് എഴുതി. ബീറ്റേൻ്റെ ആൽഫേൻ്റെ അല്ലേ? അപ്പോൾ ആൽഫയ്ക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, അല്ല, മിനിമം വാല്യൂ ഓഫ് ബീറ്റ, ബീറ്റേൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് xn ആണ്. മാക്സിമം വാല്യൂ ഓഫ് ആൽഫ, ആൽഫേൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് xn ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതാം കേട്ടോ. വീഡിയോ പോസ് ചെയ്യുക, ഇത്രയും എഴുതാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മൊമെന്റ് എസ്റ്റിമേറ്റർ. മൊമെന്റ് എസ്റ്റിമേറ്റേഴ്സ് ആർ അസിംപ്റ്റോട്ടിക്കലി അൺബയസ്ഡ് ആണ്. മൊമെന്റ് എസ്റ്റിമേറ്റേഴ്സ് ആർ കൺസിസ്റ്റന്റ് ആണ്. പിന്നെ അണ്ടർ ഫെയർലി ജനറൽ കണ്ടീഷൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെന്റ് എസ്റ്റിമേറ്റേഴ്സ് ആർ അസിംപ്റ്റോട്ടിക്കലി നോർമലാണ്. നോർമലുമാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി സോറി കേട്ടോ, ഇത് മൊമെന്റ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി MLEന്റെ പ്രോപ്പർട്ടീസ്. MLE കൺസിസ്റ്റന്റ് ആണ്, എഫിഷ്യന്റ് ആണ്, സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്, മോസ്റ്റ് നെസസറിലി അൺബയസ്ഡ് ആണ്. ദ ഡിസ്ട്രിബ്യൂഷൻ MLE ടെൻസ് ടു നോർമാലിറ്റി ഫോർ ലാർജ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാവും നിങ്ങൾ എഴുതാത്തത്, എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ.